അരൂർ ഇടക്കൊച്ചി പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴുന്നു. ചതുപ്പ് ഭാഗമായതിനാലാണ് റോഡ് ഇടിഞ്ഞു താഴാൻ കാരണം. അപകടങ്ങൾ ഇവിടെ തുടർക്കഥയായിട്ടും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും പരാതി. വർഷത്തിലധികം പഴക്കമുണ്ട് ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ അരൂരിനെയും പശ്ചിമ കൊച്ചിയുടെ ഭാഗമായ ഇടക്കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അരൂർ ഇടക്കൊച്ചി പാലത്തിന്. അരൂർ ഭാഗത്ത് പാലത്തിനോട് ചേർന്ന അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് ചതുപ്പ് നിറഞ്ഞ പ്രദേശത്താണ്. ഭാരമേറിയ നിരവധി വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് ഇടിഞ്ഞു താഴുകയാണ്. വാഹനങ്ങളിൽ വരുന്നവർക്ക് ഈ പ്രദേശത്തെ താഴ്ച പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് അപകടങ്ങൾക്കും കാരണമാകുന്നു. വെള്ളം ഏറ്റമിറക്കമുള്ള സമയമാണ്. ഏറ്റത്തിന് ഈ മണ്ണ് കംപ്ലീറ്റ് കല്ലിൻ്റെ സൈഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പോംവഴി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാലത്തിൻ്റെ ബലക്ഷയം പരിശോധിക്കുക. ശരിക്കും 70 വർഷം കഴിഞ്ഞ്. അപ്പോൾ പാലത്തിന് ബലക്ഷയമുണ്ട്. ഇവിടെ ഒരു പാലം അത്യാവശ്യമാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം. അപകടം വന്നു കഴിഞ്ഞിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. 2 ജില്ലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ 2 അധികാരികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഇവർ നന്നാക്കട്ടെ, അവർ നന്നാക്കട്ടെ. അതുപോലെ തന്നെ കുറേ അപകടങ്ങൾ ഇവിടെ ഉണ്ട്. സ്ഥിരം കാണുന്ന വ്യക്തിയാണ്. നമുക്ക് പറഞ്ഞു മടുത്ത്. ദിവസവും ഇതുവഴി യാത്ര ചെയ്യുന്നവർ പോലും പലപ്പോഴും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ്. 1 മാസത്തിനു മുൻപുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരിൽ ഒരാൾ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. അപകട സാധ്യത കൂടുതൽ എന്താന്ന് വെച്ചാൽ ഒരു വട്ടം ഞാനിവിടെ മറിഞ്ഞു വീണത്. മര്യാദക്കുള്ള നല്ല രീതിയിൽ ഈ റോഡ് ഉണ്ടായിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഇത് അവിടെ നിന്ന് വരുമ്പോൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നിപ്പോവും, അല്ലെങ്കിൽ ചാടിപ്പോവും. എങ്ങനെയാണെങ്കിലും 2 വീലറുകാർ നിലത്ത് വീഴും. ഇത് നമ്മൾ ഓർക്കപ്പുറത്തായിരിക്കും ചിലപ്പോൾ കയറി വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും നമുക്ക് നാളെ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കാം. രാത്രി ആ സാധനം അവിടെ ഉള്ളത് അറിയാൻ പറ്റില്ല. മെയിനായിട്ട് നമ്മൾ വരുന്ന സ്പീഡിൽ ചിലപ്പോൾ എടുത്ത് അടിക്കും, വണ്ടി മേളിലോട്ട് തെറിച്ചാ കയറുക. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള. ഞാൻ ഡെയിലി ഈ വഴിയാ പോവാറ്. അപ്പം 2 വീലർ കുഴപ്പമില്ല, പക്ഷെ കാറൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല. കാരണം ഓൾറെഡി അവിടെ ലൈറ്റും ഇല്ല. അപകടങ്ങൾ തുടർക്കഥയായതോടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ എത്തി ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. ഇതല്ലാതെ അപകടങ്ങൾ ഒഴിവാക്കാൻ മറ്റൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്രോച്ച് റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ പലതവണ ടെൻഡർ വിളിച്ചിട്ടും കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നാണ് ഈ വിഷയത്തിൽ PWD നൽകുന്ന വിശദീകരണം. ന്യൂസ് മലയാളം, കൊച്ചി.